ഹായ്. അപ്പോൾ മക്കളെ, ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മൾ പാസ്പോർട്ട് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കോബാറുള്ള പരിപാടി കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഞാനും നസീബുണ്ട്. നസീബ് ഇപ്പോൾ വണ്ടിയിട്ട് വരും. അപ്പോൾ പരിപാടി ഞാൻ ഓൾറെഡി പോയ പരിപാടിയാണ്. ഞാൻ ഇന്ത്യൻ്റെ പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 4 രാജ്യങ്ങളെ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളെ കൾച്ചർ കാണിക്കണ പ്രോഗ്രാമുകളാണ് അവിടെ കാണിക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സുഡാനായിരുന്നു. ആ സുഡാൻ്റെ കഴിഞ്ഞ് നേരെ ഇന്ത്യ ആയി. ഇന്ത്യൻ്റെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇന്ന് ഫിലിപ്പീനാണ് അവിടെ ഉള്ളത്. ആ ഫിലിപ്പീൻ്റെത് കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പോൾ ഈ 4 രാജ്യങ്ങളെ കൾച്ചറും അതുപോലെ അവരുടെ പ്രോഗ്രാമുകൾ കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവൽ. അപ്പോൾ ഞാൻ പോയെന്ന് ഞാൻ ഇന്ത്യൻ്റെത് പരിപാടിൻ്റെ അന്ന് ഞാൻ ഇന്ത്യൻ്റെ പരിപാടിക്ക് പോയിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ ഇന്ത്യൻ്റെ കൾച്ചറൽ രീതി പ്രകാരമായിട്ടുള്ള പ്രോഗ്രാമുകളും അതുപോലെ ഭക്ഷണം വസ്ത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഫിലിപ്പീനിൻ്റെത് കാണാനാണ്. കാരണം ഓൾറെഡി സുഡാൻ്റെതും ഇന്ത്യൻ്റെ ഒക്കെ ഞാൻ കണ്ടു. ഇന്ത്യൻ്റെത് കാണണമെന്ന് എനിക്കത് കവർ ചെയ്യാൻ ഫുള്ളായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യൻ്റെ പരിപാടി ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളതാവും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഫിലിപ്പീൻ്റെതൊന്ന് പോയി നോക്കാം എന്താ പരിപാടി പാടുന്നുള്ളത്. അപ്പോൾ എന്തായാലും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാനൊരു ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടിയാണ്. നസീബ് വരുമ്പോഴത്തേന് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാനുള്ള പരിപാടിയാണ്. നസീബ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, കോബാറിൽ തന്നെയാണ്. കുറച്ചൊരു 10 മിനിറ്റത്തെ റണ്ണിങ് ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ വീഡിയോ കാണിച്ചു തരാം. ഇത് ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. നല്ല അടിപൊളി സെറ്റപ്പിലാണ് ക്വാളിറ്റി പരിപാടി ഉള്ളത്. അപ്പോൾ ഞാനിത് ഇതിന് മുമ്പ് പോയ പരിപാടിൻ്റെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ പാടുന്നുള്ളത്. ഫിലിപ്പീനിൻ്റെ പരിപാടി എന്താ പാടുന്നുള്ളത് ഇന്ന് നമുക്ക് പോയി നോക്കാം. ഒക്കെ നസീബ് എത്തിയിട്ടുണ്ട്. പക്ഷെ ലേറ്റ് ആയിക്കണം കേട്ടോ. നല്ല Hi, how are you? Oh, Hussein, how are you doing, my friend? Good. What This about for you? your YouTube channel? Yes, YouTube Hello, channel. YouTubers. എന്താണ് നേരം വൈകി? അപ്പൊ നമ്മള് പോവട്ടോ. അപ്പൊ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെ എന്താ പറയാ, നസീബിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ അല്ലല്ലോ? അവര് ചങ്കാണ്. അപ്പോ നമ്മളെ സ്കോട്ട്ലാൻഡുകാരൻ. എന്താണ് പേര്? ആൻഡ്രീസ്, റൈറ്റ്? Yes. Hello, YouTubers, and welcome to Saudi Arabia. The program is this evening is a Filipino program of cultural events such as dancing. There might be a show, like a theatrical show, but as Nasif will tell you, he's the same. What can I tell you? I already shared the link, and probably you No, learn all of this. as Nasif will tell you, I love food. We both love food. See, this The most important thing this Food. evening, my YouTube friends, is food. കാരണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റത്തെ റണ്ണിങ്. ഇവിടെ സിഗ്നലിൽ നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റത്തെ റണ്ണിങ് ഉണ്ട്. അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വീഡിയോ. ഓക്കെ. No problem, my father. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മളെ പരിപാടി വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. അവിടെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതാണ്. നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിയതാണ് ഇവർക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട്. ഈ ബൂഫിയയിൽ ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതാ നസീബ് അവിടെ ഉണ്ട്, ചായ ഓർഡർ ചെയ്യുന്നു. അതേപോലെ നമ്മളെ ആൻഡ്രോയ്സും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചായക്കും വേണ്ടിയിട്ട്. നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടാളതാ നസീബും നമ്മളെ ആൻഡ്രോയ്സ്. ഞാൻ എപ്പോഴും മറക്കും പേര്. ആൻഡ്രിയാസ്, ഐ എം ഫോർഗെറ്റ് യുവർ നെയിം. No problem. No problem. ഓക്കെ, നെക്സ്റ്റ് ടൈം നോട്ട് ഫോർഗെറ്റ്. അപ്പോൾ അതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ അപ്പുറത്തന്നെ കേട്ടോ. ഇതാണ് ഗ്രൗണ്ട്. നേരെ പാർക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്ന ഫ്രണ്ടിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ എന്താ തന്നെ? 2 എൻട്രൻസ് ഉണ്ടല്ലോ. When my wife once needs me to do something, she says, she calls me, "Hey you, he forgot hey the you, name. hey no, hey you do this." Sometimes. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മളെ ഏരിയ. ഇതിൻ്റെ ആ സൈഡിലാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി പോയിട്ട് അപ്പുറത്തേക്ക് കയറണം. അപ്പുറത്തേക്ക് കയറിയിട്ടാണ് എൻട്രൻസ് വരുന്നത്. അവിടെ കേട്ടോ പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ അകത്താണിത്. അപ്പോൾ നമുക്ക് എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്താണ്. നല്ല സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. നമ്മളെ എന്താ പറയുക, പേഴ്സും വാച്ചും എല്ലാം വായിച്ച് അവിടെ വെച്ച് നോക്കിയിട്ടാണ് അവരകത്തേക്ക് വിടുന്നത്, ഒന്നും പെടാതിരിക്കാൻ.
ലൈറ്റർ സിഗരറ്റ് ഒന്നും കയറ്റുന്നില്ല അകത്തേക്ക്. നമ്മൾ ആൻഡ്രിയാസ് ഇവിടുന്ന് നേരെ വേറെ വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവനക്ക് നടക്കാനും വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടോ തിരിഞ്ഞിങ്ങനെ. അപ്പൊ മുറിഞ്ഞ് പോണ വഴിക്ക് വരും. ഫുള്ള് സെക്യൂരിറ്റി ചെക്കിംഗ് ആട്ടത്. എൻ്റെ എൻട്രൻസ് ആണ്, ഫുള്ള് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിങ് അമ്മ ചെക്കിങ് കേട്ടോ. ഇവിടെ നമ്മളെ തൊപ്പി കാര്യങ്ങൾ എന്താ പറയാ, ബെൽറ്റ് പേഴ്സ് എല്ലാം ഊരിയിട്ട് കാണിച്ചു കൊടുക്കണം. എല്ലാം ഊരിയിട്ട് തന്നെ മൊത്തത്തിലല്ല, നമ്മളെ പേഴ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് കയറ്റി വിടുള്ളൂ ഉള്ളിക്ക്. അപ്പൊ ഗൈസ് നമ്മളെ ട്രൈപ്പോഡ് അവിടെ തടഞ്ഞു വെച്ച്. ട്രൈപ്പോഡല്ല, ജിമ്പല് അവിടുന്ന് വിട്ടില്ല. അപ്പൊ ഞാൻ അത് കയ്യേറ്റ് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് അവിടെ തടഞ്ഞു വെച്ചതാണ്. അപ്പൊ അവിടുത്തെ കടമ്പകളൊക്കെ കഴിഞ്ഞതാ അകത്ത് കയറിയിട്ടുണ്ട്. നസീബ് അകത്തേക്ക് എന്തോ വന്നിരുന്നു, എങ്ങോട്ടാ പോയെന്നൊരു ഐഡിയയില് ഞാൻ വിളിച്ചോട്ടെ. അതാണ് കേട്ടോ അകത്തെ സിറ്റുവേഷൻ, അകത്തെ എന്താ പറയാ അവസ്ഥ. നല്ല സെറ്റപ്പില് റെഡി ആക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകൾ ഉണ്ട്. ഒക്കെ ഫിലിപ്പീൻസ് പരമായിട്ടുള്ള ഫുഡുകളാട്ടോ കൂടുതലും. അങ്ങനെ നമ്മളെ കാണാതായ നസീബിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയറിയ പാടന്നെ കിഡ്സുകൾക്ക്, അതായത് കുട്ടികൾക്കും വേണ്ടിയിട്ട് കിഡ്സ് പാസ്പോർട്ട് ടു ദ വേൾഡ് തന്നെയുണ്ട്. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, അത് കുട്ടികൾക്കായിട്ട് മാത്രമുള്ളതാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, എന്തായാലും പോയി നോക്കാം. എന്തോ ഫിലിപ്പീനുകളുടെ സ്പെഷ്യലായിട്ടുള്ള ഡാൻസ് ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയാണ്. ഫിലിപ്പീനുകൾ എന്തോ പരിപാടികളാട്ടോ, എല്ലാ ഡാൻസും കൊട്ടും പാട്ടൊക്കെ. നമ്മൾ എൻട്രൻസിൽ കയറി കുറച്ചിങ്ങോട്ട് വന്ന് കഴിഞ്ഞുള്ള ഒരു കാഴ്ചയാണിത്. നല്ല ഫുഡ് കോർട്ടുകളും കാര്യങ്ങളും നല്ല തിരക്കിനിട്ടാണ്. അവിടെ ആ കാണുന്ന ബ്ലൂ ലൈറ്റ് കത്തുന്ന ഏരിയയിലാണ് നമ്മൾ പാട്ടിൻ്റെ സ്റ്റേജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് ഷൂട്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് നീങ്ങാം. Hi, hello, I'm Jewel and I'm making beads, art beads for tonight. അങ്ങനെ നമ്മളിതാ മക്കളെ സ്റ്റേജിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. സ്റ്റേജിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ മൈക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല, എന്നാലും ഞാൻ റെക്കോർഡിങ് ഇടുന്നുണ്ട്. ക്ലിയർ കുറച്ച് കുറവാകും. പരിപാടി അടിപൊളിയാട്ടാ, ടോപ്പ് പരിപാടിയാണ്. ഫിലിപ്പീനുകളെ നമുക്ക് അറിയാത്ത പേരറിയാത്ത കുറെ പാട്ടുകാർ അവർക്കും ഉണ്ട്.
നമ്മളെ പാട്ടേരെ മാതിരി തന്നെ നമ്മളെ പാട്ടേര് നിന്ന് അടിപൊളിയാണ്, അതേപോലെ ഇവരും അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. സ്റ്റേജൊക്കെ കണ്ടില്ലെങ്കിൽ ഒമ്മാരി സൈസാന്ന് പറയാം, എന്ത് സെറ്റപ്പിലാണ് ചെയ്തിരിക്കണെന്ന് അറിയാം. എന്തും ഫ്രീ പാസില് സൗദി ഗവൺമെന്റിന്റെ വക ചെയ്തിട്ട പരിപാടിയാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഫ്രീ എൻട്രി, അല്ല അടിപൊളി സെറ്റപ്പില് കായ് എടുത്താൽ കിട്ടൂല അത്രയും വലിയ എന്റർടൈൻമെന്റ്. എന്തായാലും പരിപാടിക്ക് ഇടുവട്ടാ. സംഭവം ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പാട്ടേർക്ക്. എന്തായാലും ഇതുപോലെ റെസ്റ്റ് ഇന്ത്യന്റെ പാട്ടിലും കിട്ടിയിട്ടില്ല. നമ്മൾ അർമാൻ മാനിക്കൊക്കെ 2.5-3 മണിക്കൂറോളം സ്റ്റേജിൽ നിന്ന് തകർക്കേനി. അമ്മായി പാട്ടേനി, നല്ല ആളും ഉണ്ടായിട്ടാ, നല്ല തിരക്കുമായിരുന്നു നമ്മളെ ഇന്ത്യന്റെ പരിപാടിന്. എന്തായാലും ഇതും കുഴപ്പമില്ല. എന്നാലും സൗദി ഗവൺമെന്റ് ചെയ്ത അടിപൊളി ഒരു പരിപാടിയാണ്. നല്ല സെക്യൂരിറ്റിയാണ് നമുക്ക് അതായത് എന്റെ ട്രൈപ്പ് മറ്റേ ജിമ്പലൊക്കെ അവിടെ വാങ്ങിച്ച് കംപ്ലീറ്റ് അവിടെ വാങ്ങിച്ച് നമ്മളെ പേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. ഒരു ഡ്രിങ്ക്സ് പോലും നമ്മൾ അകത്ത് കയറ്റാൻ പറ്റില്ല. ഓൺലി ബോട്ടിൽ, വെള്ളത്തിന്റെ ബോട്ടിൽ മാത്രം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, വേറെ ഒന്നും നമുക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. മൊബൈലും കയറ്റാം. മൊബൈലൊക്കെ അവിടെ ചെക്കിങ് വെച്ച് പേഴ്സൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കണം, എന്നിട്ടേ അകത്തേക്ക് വിടണുള്ളൂ. അപ്പൊ അലമ്പൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സംഭവം. എന്തായാലും അടിപൊളിയാണ്, നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഫ്രീ എൻട്രിയിൽ. ഏറ്റവും വലിയ അതിശയം അതാണ്, ഫ്രീ എൻട്രിയാണ്. ഇത്രയും വലിയൊരു പരിപാടിയായിട്ട് ഇനി സ്റ്റേജിന്റെ ഒക്കെ സൈസ് കണ്ട, അമ്മാതിരി സൗണ്ട് സെറ്റപ്പ്, നല്ല ഓപ്പൺ ഏരിയയിൽ നല്ല അടിപൊളി പാർക്കും, അതിൽ ഇഷ്ടം പോലെ സ്പേസിലാണ് ഈ പരിപാടിയിൽ കംപ്ലീറ്റ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 കൺട്രീസിന്റെ, ഫിലിപ്പീനിന്റെയും ഇനിയിപ്പോ നാളെ മുതലാണ് ബംഗ്ലാദേശിന്റെ, നാളെ ഫിലിപ്പീനിന്റെ ഉണ്ട്, ബംഗ്ലാദേശ്. അപ്പോൾ ഇതുവരെ ഇപ്പൊ കഴിഞ്ഞില് 2 രാജ്യങ്ങളത് കഴിഞ്ഞ്, സുഡാന്റെതും കഴിഞ്ഞ്, നമ്മളെ ഇന്ത്യൻ്റെതും കഴിഞ്ഞ്. എന്തായാലും പരിപാടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു സംഖ്യ ജനുണ്ട്, എത്ര പേർ ആൾക്കാരെ വരുന്നത് അറിയോ? ഇന്ത്യൻ്റെ നല്ല ജനായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഒരുപാട് ആൾക്കാരുണ്ട്, കാരണം നല്ല സ്പേസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ തോന്നിക്കാത്തത്. നല്ല ഫ്രണ്ടിക്കൊക്കെ നല്ല ഏരിയയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് അങ്ങോട്ട്. നമുക്ക് ലോങ് സൈറ്റിൽ നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്ന സ്റ്റേജിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ അതേമാതിരി അപ്പുറത്ത് പാർക്ക് കാര്യങ്ങള്, പിന്നെ ഫിലിപ്പീനിന്റെ ഓരോ രാജ്യത്തിന്റെയും കൾച്ചർ അനുസരിച്ചിട്ടാണ് ഇവർ അവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പാണെങ്കിലും തീംസ്, അതേപോലെ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഏത് രാജ്യത്തിന്റെ പരിപാടിയാണ് നടക്കുന്നത് ആ രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ചാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിപാടി അടിപൊളിയാ, നല്ല അടിപൊളി ഒരു പയ്യനാട്ടാ. ഫിലിപ്പീന് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് കാട്ടുന്ന പരിപാടിയാണ്. ഇവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ VIP-കൾക്കുള്ളതാണ്. ഈ നമ്മളെ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ VIP ഫ്രീ എൻട്രി ടിക്കറ്റാണ് ആക്ച്വലി. അപ്പോൾ അതിൽ VIP ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, 100 റിയാലാണ് ഒരു സീറ്റിന്. അപ്പോൾ അങ്ങനത്തെ സീറ്റാണ് ഇവിടെ കാണുന്നത്, VIP-കൾക്ക് മാത്രമുള്ളത്. സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് VIP-കൾക്ക് മാത്രമായിട്ട്. 100 റിയാൽ കൊടുത്തിട്ട് അതിൽ കയറാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മളെ മ്യൂസിക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാനുള്ള പരിപാടിയാവും. ഒരു 5-10 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരം റെസ്റ്റിന് ശേഷം തുടങ്ങാനുള്ള പരിപാടിയായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ആൾക്കാരൊക്കെ ഇവിടുത്തെ ഗ്രൗണ്ട് ഏകദേശം കാലിയായിക്കണ്. എന്നാലും ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരും നമ്മളെ ഫുഡ് കോർട്ടിൻ്റെ ഏരിയക്കാണ് അങ്ങോട്ട് നീങ്ങിയിട്ടുള്ളത്. കാരണം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാനോ എല്ലാത്തിനും വേണ്ടിയിട്ട് ആ ഭാഗത്തോട്ട് നീങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ് അവിടെ. നമ്മളെ പരിപാടിൻ്റെ ഒരു അറ്റെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വേറൊരു ഏരിയ ഉണ്ട്, പാർക്കിൻ്റെ ഒരു ഏരിയ. നമ്മളെ എന്താ പറയുക, ഫുഡൊക്കെ വാങ്ങിയിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ വന്ന് ഞാനും നസീമും കൂടി ഇതാ റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ നല്ല തിരക്ക്. അപ്പോൾ ഫുഡും ഐസ്ക്രീമും ഒന്നും കിട്ടാനൊരു വകുപ്പില്ല, എല്ലാം വെയിറ്റ് ചെയ്യണം, ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ നമുക്ക് പൊതുവേ മലയാളികൾക്ക് ക്യൂ ഒക്കെ മടിയാണല്ലോ. അപ്പോൾ അത് കാരണം നല്ല ക്യൂ ഉണ്ട്, ഓരോ ഫുഡിൻ്റെ കൗണ്ടറിലും നല്ല ക്യൂ ആണ്. അപ്പോൾ അതിന് മടിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ അറിയാം, എല്ലാ പാർക്കിൽ ഫുള്ള് എന്താ പറയുക, ഇതുപോലെ സീറ്റ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാനും അതേപോലെ റെസ്റ്റ് എടുക്കാനൊക്കെയാണ് ഈ സ്ഥലം ഇവർ ഉപയോഗിക്കുന്നത്. നല്ല ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, നല്ല ഒരുപാട് ഏരിയയിൽ ഇതുപോലെ സീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനും ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ കാലിയേക്ക് എടുക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും തിരിക്കാൻ നിൽക്കുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ ആൻഡ്രിയാസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ പോവാ, നേരെ റൂമിലോട്ട്, നേരെ അങ്ങോട്ട് അടുത്തങ്ങോട്ടാ ലൂക്കാ നേരെ എങ്ങോട്ടാ പോവാ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്.
ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഇത്. അപ്പം ഇനി പറയാനുള്ളത്, വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും ചെയ്യുക, നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ നെക്കി പൊട്ടിക്കുക എന്ന് പറയണേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് നൈറ്റ്.